നമസ്കാരം. മറ്റൊരു വർഷം കൂടി അവസാനിക്കുകയാണ്. 2025 എന്ന പുതുവർഷം ആരംഭിക്കുകയായി. ഡിസംബർ മാസത്തിൽ നാം ചെയ്യുന്നതായ ഒരു കാര്യമാണ് കലണ്ടർ വാങ്ങുക എന്നത്. സമയത്തെയും കാലത്തെയും സൂചിപ്പിക്കുന്നവയാണ് കലണ്ടർ. എന്നാൽ പുതിയ കലണ്ടർ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ പ്രധാനമായി പരാമർശിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട്. അതായത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും. ദിശയ്ക്ക് പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. അതേപോലെ പഴയ കലണ്ടർ നിങ്ങൾ എന്ത് ചെയ്യണം അതേക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏത് ചിത്രങ്ങളുള്ള കലണ്ടർ വീട്ടിൽ സ്ഥാപിക്കുന്നതാണ് ശുഭം എന്നും പരാമർശമുണ്ട്. അതേക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ അറിയാം. കിഴക്ക് അഭിമുഖമായി കലണ്ടർ സ്ഥാപിക്കുന്നത് ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യും എന്നാണ് കരുതപ്പെടുന്നത്. വളർച്ചയെയും വിജയത്തെയും സൂചിപ്പിക്കുന്ന ഭാഗമാണ് കിഴക്ക്. അതുകൊണ്ട് തന്നെ കിഴക്ക് ദർശനമായി കലണ്ടർ സ്ഥാപിക്കുന്നത് ഏറ്റവും ശുഭകരമായി ഭവിക്കും അഥവാ ഗുണപ്രദമായി മാറും. സൂര്യോദയത്തിന്റെ ചിത്രം അച്ചടിച്ച കലണ്ടറാണ് കിഴക്ക് അഭിമുഖമായി സ്ഥാപിക്കുന്നത് എങ്കിൽ ഭാഗ്യം ഇരട്ടിയാകും എന്നും വിശ്വാസമുണ്ട്. ദേവതാ ചിത്രങ്ങൾ ഉള്ള കലണ്ടറുകൾ ഈ ദിശയിൽ തൂക്കുന്നതും വിശേഷം തന്നെയാകുന്നു. ഈശ്വരാധീനം, ഭാഗ്യം എന്നിവ വന്നു ചേരുന്നതിന് സഹായകരം തന്നെയാകുന്നു. അതിനാൽ കലണ്ടർ തൂക്കുമ്പോൾ ഈ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ദിശയായി പരാമർശിക്കുന്നത് പടിഞ്ഞാറ് ദിശയാണ്. ഊർജത്തിന്റെ സ്വാഭാവിക പ്രസരണമുള്ള ഭാഗമാണ് പടിഞ്ഞാറ് ഭാഗം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ദിശ. അതിനാൽ തന്നെ ഈ ദിക്കിലേക്ക് കലണ്ടർ തൂക്കുന്നത് നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സഹായകരം തന്നെയാകുന്നു. വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഈ ദിശയിൽ തന്നെ പുതുവർഷ കലണ്ടർ സ്ഥാപിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇപ്പോൾ നിലവിലുള്ള കലണ്ടറും ഈ ദിശയിൽ തന്നെ സ്ഥാപിക്കുന്നതും അതീവ ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാകുന്നു. തെക്ക് ഭാഗത്തിന് അഭിമുഖമായി കലണ്ടർ തൂക്കുന്നത് പൊതുവെ ശുഭകരമായി കണക്കാക്കാറില്ല എന്നതാണ് വാസ്തവം. അത് ശുഭകരമല്ല. സാമ്പത്തികപരമായ നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിന് അത് കാരണമായി തീരും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനാഗമനത്തിനുള്ള പല മാർഗങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഇതിന് തടസ്സങ്ങൾ അല്ലെങ്കിൽ വിഘാതം സൃഷ്ടിക്കുന്നതായ ഒരു പ്രവൃത്തി തന്നെയാണ് ഇത്. അതിനാൽ തടസ്സങ്ങൾ വർദ്ധിക്കും എന്നാണ് പറയുക. കൂടാതെ കുടുംബനാഥന് പലതരത്തിലുള്ള രോഗ ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്നതിന് അത് കാരണമായി തീരും. നാൾക്ക് നാൾ ഇത്തരം പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ശുഭകരം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. മറ്റൊരു ദിശ വടക്ക് ദിശയാണ്. വടക്ക് ദിശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അത് കുബേര ദിക്കാണ് എന്നാണ് പറയുക. കുബേരന്റെ ദിക്കാണ് വടക്ക്. അതായത് ഒരു വീടിന്റെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെയോ. അതിനാൽ വടക്ക് അഭിമുഖമായി നിങ്ങൾ കലണ്ടർ സ്ഥാപിക്കുന്നത് ഏറ്റവും ഉത്തമമായാണ് കണക്കാക്കുന്നത്. ഇവയുടെ സമീപത്തായി ആരുടെയെങ്കിലും വെള്ളച്ചാട്ടത്തിന്റെയോ ജലാശയങ്ങളുടെയോ ചിത്രങ്ങൾ, പച്ച നിറങ്ങൾ കൂടുതലായി ഉൾപ്പെട്ടതായ ചിത്രങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നത് സത്ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും. അതിനാൽ തീർച്ചയായും ഈ ദിശയും നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതായ ദിശയാണ്. ശുഭകരമായ ദിശ തന്നെയാകുന്നു. എന്നാൽ ചില ചിത്രങ്ങൾ പ്രത്യേകിച്ചും വീടുകളിൽ തൂക്കുന്നത് അതീവ ശുഭകരമായി പരാമർശിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ, പോസിറ്റീവ് ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കുന്നതിനും സഹായകരമായി തീരും. പലവിധ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതിന് സഹായകരമായി തീരും. അത് ദേവതാ ചിത്രങ്ങളാകുന്നു. ദേവതാ ചിത്രങ്ങളുള്ള കലണ്ടറുകൾ വീടുകളിൽ തൂക്കുന്നത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത്. അതിനാൽ പ്രഥമമായ പരിഗണന ദേവതാ ചിത്രങ്ങളുള്ള കലണ്ടർ വീടുകളിൽ തൂക്കുന്നതിന് നിങ്ങൾ നൽകുക. മറ്റൊന്ന് സ്വർണത്തിന്റെ ചിത്രമാകുന്നു. സ്വർണത്തിന്റെ ചിത്രമുള്ള കലണ്ടറുകൾ വീടുകളിൽ സ്ഥാപിക്കുന്നത് അഥവാ തൂക്കുന്നത് ഏറ്റവും ശുഭകരമാണ്.
അത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും കൊണ്ടുവരുന്നതാകുന്നു. ദേവതാ ചിത്രങ്ങൾ നിങ്ങൾ കലണ്ടറായി തൂക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും മഹാലക്ഷ്മി ഗണേശ ചിത്രമാണ് എങ്കിൽ അത് സൗഭാഗ്യം ഇരട്ടിക്കുന്നതിന് സഹായകരമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പ്രകൃതിയുമായി ബന്ധപ്പെട്ട കലണ്ടറുകളും വീടുകളിൽ തൂക്കുന്നത് ഏറ്റവും വിശേഷമാണ്. പ്രത്യേകിച്ചും പുഷ്പങ്ങൾ അത്തരത്തിൽ വളരെ ഭംഗിയുള്ളതായ പ്രകൃതിയുമായി ബന്ധപ്പെട്ട കലണ്ടർ വീടുകളിൽ തൂക്കാവുന്നതാണ്, ഏറ്റവും വിശേഷമാകുന്നു. കൂടാതെ വിളക്ക് ഇത്തരത്തിലുള്ള കലണ്ടറുകളും തൂക്കാവുന്നതാണ്. അത്തരം കലണ്ടർ തൂക്കുന്നതും ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും. പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് ഏറ്റവും വിശേഷമായി തന്നെയാണ് കണക്കാക്കുന്നത്. എന്നാൽ പാടില്ലാത്തതായ കലണ്ടറുകളുമുണ്ട്. ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം. കാരണം ഇവ നിങ്ങളുടെ വീടുകളിൽ തൂക്കുന്നതിലൂടെ നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങളാണ് വന്നു ചേരുക. കരയുന്നതായ അല്ലെങ്കിൽ ആരെങ്കിലും കരയുന്നതായ ചിത്രങ്ങളുള്ള കലണ്ടർ, മരണം, കൂടാതെ ക്രൂര മൃഗങ്ങൾ, യുദ്ധം, അവ്യക്തമായ തുടങ്ങിയ നെഗറ്റീവായ ഭാവത്തിലുള്ള ചിത്രങ്ങൾ അത് എന്ത് തന്നെയാണ് എങ്കിലും വീടുകളിൽ തൂക്കുന്നത് അത്ര ശുഭകരമല്ല. പ്രത്യേകിച്ചും കലണ്ടർ വീട്ടിൽ തൂക്കുന്നത് നെഗറ്റീവായ ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കലണ്ടറുകൾ നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കുവാൻ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ശുഭകരമാവില്ല കാര്യങ്ങൾ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഭാവിയിൽ പല തരത്തിലുള്ള കാര്യങ്ങൾക്കും അത് വിഘാതം സൃഷ്ടിക്കും എന്ന കാര്യവും ഓർക്കുക. കലണ്ടറിൽ അനാവശ്യമായ എഴുത്തുകുത്തുകൾ നടത്തുന്നത് ശുഭമല്ല എന്ന കാര്യവും ഓർക്കുക. പലരും ചെയ്യുന്നതായ ഒരു കാര്യമാണ്, എന്നാൽ അത് പാടില്ല എന്നതാണ് വാസ്തവം. വാതിലിന് പിറകിലും ഒരിക്കലും കലണ്ടർ തൂക്കാൻ പാടില്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക. അതും ദോഷം കൊണ്ടുവരുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു. അതിനാൽ ആ കാര്യത്തിനും പ്രാധാന്യം നൽകുക. പ്രധാന വാതിൽ തുറന്നാൽ കാണും വിധം തന്നെ ഒരിക്കലും കലണ്ടർ ഇടാൻ പാടില്ല എന്നാണ് പറയുക. ഇപ്രകാരം ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. പ്രധാന വാതിൽ തുറക്കുമ്പോൾ കാണാത്ത വിധം കലണ്ടർ നിങ്ങൾ തൂക്കുന്നതാണ് ഏറ്റവും വിശേഷം. ജനലിന് മുകളിലായി പലരും ഇടുന്നതാകുന്നു. ഒരിക്കലും ഇപ്രകാരം നിങ്ങൾ ചെയ്യരുത്. അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കണം. അതിനാൽ ഈ കാര്യങ്ങൾ കൂടി കലണ്ടർ തൂക്കുമ്പോൾ വീടുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ പുതുവർഷ കലണ്ടർ സ്ഥാപിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ പഴയ കലണ്ടർ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആ കാര്യത്തിനും പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. ഇവ ഒരിക്കലും വീട്ടിൽ തൂക്കാൻ പാടുള്ളതല്ല. പഴയ കലണ്ടറിന് മുകളിലായി പുതിയ കലണ്ടർ പലരും തൂക്കുന്നതാണ്. കാരണം പല കാര്യങ്ങളും പഴയ കലണ്ടറിൽ എഴുതിയതിനാലാകാം ഇപ്രകാരം ചെയ്യുന്നത്. എന്നാൽ അത് പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. പഴയ കലണ്ടർ വീട്ടിൽ കേടാവും വിധം ഉപയോഗിക്കരുത്, പ്രത്യേകിച്ചും ദേവതാ ചിത്രങ്ങൾ ഉള്ളവ. അതിനാൽ ഇവ ജലത്തിൽ ഒഴുക്കി കളയുന്നതാണ് ശുഭം. കത്തിച്ച് കളയരുത് എന്ന കാര്യം പ്രധാനമായും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. എപ്പോൾ പഴയത് നീക്കം ചെയ്യുന്നത് ഉറപ്പാക്കുക. പുതുവർഷം ഒരു പുതിയ തുടക്കത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. പുതുവർഷം പുതിയ കാലത്തെയാണ്, പുതിയ തുടക്കത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിനാൽ ഭൂതകാലത്തെ പ്രതീകപ്പെടുത്തുന്ന പഴയ കലണ്ടർ നിലനിർത്തുന്നത് നെഗറ്റീവായ എനർജി വർദ്ധിക്കുന്നതിനോ കൊണ്ടുവരുന്നതിനോ കാരണമായി തീരും. പലരും അടുക്കളയിൽ കലണ്ടറുകൾ സ്ഥാപിക്കുന്നവരാണ്, എന്നാൽ അത് പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ദോഷം നൽകുന്നതായ ഒരു കാര്യമാണ്. ആരെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിൽ മുൻപ് പരാമർശിച്ച ദിശയിലേക്ക് അത് മാറ്റി സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ശുഭം. എന്നാണ് കലണ്ടർ സ്ഥാപിക്കേണ്ടത് ആ കാര്യത്തിനും പ്രാധാന്യമുണ്ട്. വെള്ളിയാഴ്ച തൂക്കുന്നതാണ് ഏറ്റവും ശുഭം. അതിനാൽ ഈ ദിവസത്തിനും ദിശകൾക്കും നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകുക. ഈ പുതുവർഷം മുതൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.